ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ കർഷക സമരം നടക്കുന്ന സമയം, അതായത് 4-5 വർഷം മുമ്പാണ് ഈ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്ന പറയുന്നത്. പക്ഷെ അതിനുശേഷം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ആളാണ് വീണ്ടും കോൺടാക്ട് ചെയ്തു, മെസ്സേജ് അയച്ചിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, കർഷക സമരം നടക്കുന്ന സമയത്ത് അവൻ കാണിക്കട്ടെ. അവൻ്റെ വാട്സപ്പിൽ അവൻ എനിക്ക് അയച്ച മെസ്സേജ് എടുത്തിട്ട് അവന് കാണിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അവൻ കാണിക്കട്ടെ. ഓൻ ഹിസ്റ്ററി എടുക്കട്ടെ, അവനെടുക്കാൻ പറ്റുമല്ലോ. അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അവൻ എങ്ങനെയാ പറയുക? കള്ളം പറയാണ് രാഹുൽ മാങ്കൂട്ടം. എന്നോട് പറയാണ് കർഷക സമരത്തിന് പോയത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ എന്തേ, നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ ടീം പോകുന്നുണ്ടോ? അല്ല, നമുക്ക് രണ്ടാക്കും ഒറ്റയ്ക്ക്. എനിക്ക് താല്പര്യമില്ല രാഹുൽ മാങ്കൂട്ടം. ഞാനത് പറഞ്ഞ് നിർത്തിയ സാധനമാണ്. അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളോട് പ്രണയമുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ പറയുന്നില്ല, കേരളത്തിൽ നമ്മൾ ആരെയൊക്കെ കുറിച്ച് പറയേണ്ട ഗതികേടുണ്ട് സ്ത്രീകൾക്ക്. എനിക്ക് മാത്രമൊന്നുമല്ല, നിങ്ങളൊരു 10 സ്ത്രീകളെ എടുത്ത് നിർത്ത്, സംസാരിപ്പിക്കേ, അവർ പറയും ആരൊക്കെ എന്തൊക്കെ പറയുന്നുവെന്ന്. സ്ത്രീകളെ ഇന്നും കമ്മോഡിറ്റി ആയിട്ട് അല്ലെങ്കിൽ ലൈംഗിക വസ്തുവായിട്ട് കാണുന്ന സമൂഹത്തിന് മുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവൻ പറഞ്ഞ വോയിസ്, ഒരു നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് ചോദിക്കുന്ന വാക്കുകൾ, അതല്ലെങ്കിൽ ഇന്നലെ പറയുന്ന തെറി വാക്കുകൾ, തെറി അങ്ങേ അറ്റം. ഒരു MLA പറയാണ്, ഒരു MLA ഒരു നാട്ടിൽ ഒരു ജനങ്ങളുടെ, ഒരു സ്ത്രീ പുരുഷ ഭേദമന്യേ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഒരു മനുഷ്യൻ വിളിക്കുന്ന തെറികൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ചോദ്യം നിങ്ങൾ ചാനലുകാർ ഇന്നലെ ചോദിച്ചോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ കേസിനെ കുറിച്ച്, കേസ് നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് അവനൊന്നും പറയാൻ വയ്യ. ഞങ്ങൾ മുഖം കാണിച്ച് വന്ന ആളുകളാണ്. ഞാൻ MA ഷഹനാസ്, എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതിനെതിരെ പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഞാൻ പരാതിപ്പെട്ടിട്ടില്ല. അവനെ ഡീൽ ചെയ്യാൻ, അവനെ പോലുള്ള കോഴികളെ ഡീൽ ചെയ്യാൻ അറിയാതെ ഞാൻ ഈ സമൂഹത്തിൽ പ്രത്യക്ഷത്തിൽ നിന്നിട്ട് കാര്യമില്ല. ഞാൻ അവനെ പോലെയുള്ള കോഴികളെ ഡീൽ ചെയ്ത് നല്ല പരിചയമുണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് അവൻ പറയാണ്, എന്താ പറയുക, ഈ മുഖം കാണിച്ച് അവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ വരുന്നത് എന്തെങ്കിലും നേട്ടത്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുഖം കാണിക്കാതെ കരഞ്ഞിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനിയും ഞാൻ അങ്ങനെ തന്നെ പറയൂ. ഇപ്പോഴും നിങ്ങളൊക്കെ എന്ത് നിയമത്തിൻ്റെ കാര്യം പറഞ്ഞാലും അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അവരെ ഗർഭിണിയാക്കി അവരുടെ ഗർഭം നശിപ്പിച്ച് കളഞ്ഞ ഒരു ക്രൂരനായ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അടയാളപ്പെടുത്തുന്നത്. ഞാൻ ഇപ്പോഴും പാർട്ടി ഭാരവാഹിയാണ്. എന്നെ ഒരു മുതിർന്ന നേതാവും ഈ നിമിഷം വരെ ഷഹനാസിനോട്, നിങ്ങൾ പറഞ്ഞല്ലോ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന വ്യക്തി അതിജീവിതനൊപ്പം എന്ന് പറഞ്ഞിട്ട് പരസ്യമായി പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയാണ്. അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് പാർട്ടി. എൻ്റെ പാർട്ടിയിൽ എനിക്കുള്ള അഭിമാനം അതാണ്. അവരോട് വിശദീകരണം ചോദിച്ചു എന്നും അവർ തന്നെ പറഞ്ഞിട്ട് അതിന് വിശദീകരണം കൊടുത്തു എന്നും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പാർട്ടിയിൽ ഞാൻ ഇന്നും KPCCയുടെ ഒരു പോഷക സംഘടനയായ സംസ്കാര സാഹിതിയുടെ ഭാരവാഹിയാണ്. എന്നോട് ഒരു മുതിർന്ന നേതാവ് വിശദീകരണം ചോദിക്കുകയോ നീ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുകയോ നീ ഈ സ്ഥാനത്ത് നിൽക്കാൻ അർഹയല്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ചെയ്താലും അത് ഞാൻ സ്വീകരിക്കും എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ട് പ്രതികരിക്കാൻ വന്ന ഒരാളാണ് ഞാൻ. അല്ല, എന്നെ വിളിച്ചിട്ട് ഷഹനാസെ എന്താ പറയുക, നീ പറഞ്ഞത് നന്നായി അങ്ങനെയൊന്നും ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. എനിക്ക് എല്ലാ കാലത്തും പാർട്ടി എന്നല്ല എല്ലാ ഇടങ്ങളിലും നമ്മൾ സ്ത്രീകൾ പരാതി കൊടുക്കുമ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പാർട്ടിക്കകത്തും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ഞാൻ, എന്നെ പലരും ഇവിടെ കോഴിക്കോടുള്ള പലരും പറയാനുണ്ട്, നീ DCC സെക്രട്ടറി ലിസ്റ്റിലുണ്ട്, നീ വരണം എന്നുണ്ടെങ്കിൽ. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ DCC സെക്രട്ടറി ആയിട്ട് വരണമെങ്കിൽ VR സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരനെതിരെ നീ കൊടുത്ത പരാതി നീ പിൻവലിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു സ്ത്രീയാണ്, ഞാനിവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ശക്തി എന്ന് പറയുന്നത് അക്ഷരങ്ങളാണ്. ഞാൻ എഴുത്തിലൂടെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെന്നെ ഒരു പാർട്ടി പുറത്താക്കിയാലും, എന്നെ പിടിച്ച് എന്താ പറയുക പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്താക്കിയാലും ഞാൻ എന്താ പറയുക അനുഭവിച്ചു വന്ന എനിക്ക് സത്യസന്ധമായി പറയാനായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാൻ ഒരു ഇടം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് പാർട്ടി വഴി ഉണ്ടാക്കിയെടുത്തിട്ടല്ല ഉള്ള ഒരാളല്ല ഞാൻ പറയും. അത് എല്ലാ കാലത്തും ഞാൻ പറയും. ഞാൻ മുന്നോട്ട് പറഞ്ഞുകൊണ്ട് തന്നെ പോകും. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് അവൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ പോയിട്ട്
പോയിട്ട് പോലും ഞാൻ ഓരോ സ്ത്രീയെയും കണ്ട് സംസാരിക്കും എന്നുള്ളത് എൻ്റെ വെല്ലുവിളിയാണ്. ഞാൻ പോവും. ഞാനടക്കമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെ ഒക്കെ കൂട്ടിയിട്ട് ഓരോ കുടുംബത്തിലെയും സ്ത്രീകളെ കണ്ട് ആ സ്ത്രീകൾക്കുള്ള അവനെപ്പോലെ ഒരാൾ അധികാരത്തിൽ ഇനി വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അവനടക്കമുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഏതോ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം, എനിക്ക് എത്രയോ പൈസ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ സുതാര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് രേഖകളാണോ വേണ്ടത്, എൻ്റെ വാട്സപ്പ് ചാറ്റാണോ വേണ്ടത്, എൻ്റെ മൊബൈലാണോ വേണ്ടത്, അത് പോലീസിനാണോ നിങ്ങൾക്കാണോ തരാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഒരു പേടിയുമില്ല, ഒരു സംശയവുമില്ല.